ലോകമാകെ ഒരു വീടാണ്. ഈ അറിവ് ജീവിതത്തിൽ പകർത്തുന്നത് എങ്ങനെയാണ്? വാവ എന്ന പെൺകുട്ടി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും നദിയിൽ വിഷം കലർന്നപ്പോഴുമെല്ലാം അതിലുള്ള ജീവികളെ കുറിച്ച് ആശങ്കപ്പെടുകയും അവയെ രക്ഷിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു കവിതയാണ് വാവ ജീവനെ കാക്കുന്നു. ആകാശമാകെ ഇരുൾ പരന്നു, ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു, വാവയ്ക്കു കണ്ടു മിഴി നിറഞ്ഞു. ആകാശം ആകെ ഇരുട്ടായപ്പോൾ ലോകം അവസാനിക്കുകയാണ് എന്നാണ് വാവയ്ക്ക് തോന്നിയത്. ഇടിയും മിന്നലുമെല്ലാം വന്നപ്പോൾ വാവയ്ക്ക് പേടിച്ച് അവളുടെ മിഴികൾ നിറയുകയാണ്. അവളുടെ കാക്ക, കുയിൽ, പിറാവ് മഴയിൽ നനഞ്ഞു വിറയ്ക്കയല്ലേ. കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും? ആ ഒരു മഴയിൽ അവൾ കാക്കേനെയും കുയിലിനെയും പിറാവിനെയും കുറിച്ചൊക്കെയാണല്ലേ ചിന്തിക്കുന്നത്. ഇങ്ങനെ മഴ പെയ്താൽ അവരുടെ കൂടെല്ലാം തകർന്നു പോകില്ലേ? അങ്ങനെ കൂട് തകർന്നാൽ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തു ചെയ്യും? പെട്ടെന്ന് അവൾക്കൊരു ചിന്ത വന്നു. അമ്മയ്ക്ക് മുന്നിൽ ചിണുങ്ങി നിന്നു. പുള്ളിക്കുടയൊന്നുടനെ വേണം. അമ്മ നിവർത്തി നിലത്തു വച്ചു. വാവ ആ പക്ഷികളെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് ഇങ്ങനെ ആകുലതപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ചിന്ത വന്നു. അവളുടെ അമ്മയുടെ മുന്നിൽ നിന്ന് ചിണുങ്ങിക്കൊണ്ട് ചോദിക്കുകയാണ്, അവളുടെ പുള്ളിക്കുട ഒന്ന് തരുമോ? അപ്പൊ അത് കേട്ടപ്പോ അമ്മ അവൾക്ക് പുള്ളിക്കുട നിവർത്തി നിലത്ത് വെച്ച് കൊടുത്തു. ജാലകവാതിലിലൂടെ നോക്കി വാവ വിളിക്കുകയായി. വാവ ആ വിളി കേട്ടപാടോടി വന്നു മാനും അണ്ണാനും മയിലുമെല്ലാം. അങ്ങനെ ആ ഒരു കുട അവിടെ നിവർത്തി വെച്ചിട്ട് വാവ ജനലിലൂടെ ആ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം വാവ എന്ന് വിളിക്കുകയാണ്. അത് ആ ഒരു വിളി കേട്ടപാടെ എന്താണ്, മാനും അണ്ണാനും മയിലും എല്ലാം അവളുടെ അരികിലേക്ക് ഓടി വന്നു. ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന്, ഇല്ലാതെയായ മലയിൽ നിന്ന്, നഞ്ഞുകലർന്ന നദിയിൽ നിന്ന്, പൊള്ളുമാകാശ ചെരുവിൽ നിന്ന്. ആ ജീവികളൊക്കെ ഓടി വന്നത് കാട്ടുതീ ഉണ്ടായ ആ ഒരു കാട്ടിൽ നിന്നും അതിൽ നശിച്ചു പോയ മലയിൽ നിന്നും, അതുപോലെ വിഷം കലർന്ന നദിയിൽ നിന്നും, പൊള്ളും ആകാശ ചെരുവിൽ നിന്നും, ചുട്ടെരിയുന്ന ആകാശത്ത് നിന്നുമൊക്കെയാണ് ആ ഒരു ജീവികൾ അവളുടെ അടുത്തേക്ക് അഭയം തേടിയെത്തിയത്. വന്നവരെല്ലാം നിരനിരയായി അക്കൂടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു. അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ തോന്നി. അങ്ങനെ ആ ദുരന്തങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടു വരുന്ന ജീവികൾ അവളുടെ ആ ഒരു പുള്ളിക്കുടയുടെ അടിയിൽ അഭയം തേടി. അങ്ങനെ അവളുടെ വീട് ഒരു കാടായതുപോലെ തോന്നി. കാരണം എന്താണ്? ഒരു കാട്ടിലുള്ള അത്രയും ജീവികൾക്ക് അവൾക്ക് അഭയം കൊടുക്കാൻ സാധിച്ചു. എല്ലാവരോടും ഇണങ്ങി വാവ, മാമു കൊടുത്ത് ഉറക്കി വാവ, ഒപ്പം ഉറങ്ങുകയായി വാവ, അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ. എല്ലാ ജീവികളുമായി വാവ ഇണങ്ങുകയും അവർക്കെല്ലാം അവൾ മാമു കൊടുക്കുകയും അവളുടെ കൂടെ കിടത്തി ഉറക്കുകയും ചെയ്തു. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അവൾ അവളുടെ സ്വപ്നത്തിൽ അങ്ങനെ ചിരിച്ചു. അപ്പോൾ വാവ ഇതെല്ലാം ഒരു സ്വപ്നത്തിലാണല്ലേ കാണുന്നത്. ആ ജീവികൾക്ക് ആപത്ത് സംഭവിക്കുന്നതും അവൾ ആ ജീവികളെ രക്ഷിക്കുന്നതുമെല്ലാം. ഇനിയുമുള്ള ദിവസങ്ങൾ എന്നതിൽ നിന്നും വീരാൻകുട്ടി എന്ന എഴുത്തുകാരന്റെ കവിതയാണ് ഇത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. ടീച്ചർ ദ്വീപ് കളി പരിചയപ്പെടുത്തിയല്ലോ. കളിയെപ്പറ്റി ചർച്ച ചെയ്തു കണ്ടെത്തിയ കാര്യങ്ങൾ മുൻനിർത്തി കവിത വായിക്കൂ. നമുക്ക് ദ്വീപ് കളി എന്താണെന്ന് പരിചയപ്പെടാം. 10-20 പേർക്ക് ചേർന്ന് കളിക്കാവുന്ന ഒരു കളിയാണ് ഇത്. കുട്ടികളെല്ലാം കൂടി ഒരു കപ്പൽ യാത്രയിൽ എന്ന പോലെ കളിയിൽ ഏർപ്പെടുന്നു. ഇടയ്ക്ക് വെച്ച് കപ്പൽ തകരുന്നു. കപ്പൽ തകരുന്നതിന് അടുത്തായി ചെറിയ ദ്വീപുകൾ ഉണ്ട്. അവിടെ കയറിപ്പറ്റാൻ സാധിച്ചവർ രക്ഷപ്പെടും. കളിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ചില വൃത്തങ്ങൾ വരയ്ക്കുന്നു. കളിക്കുന്നവരുടെ എണ്ണം 20 ആണെന്നിരിക്കട്ടെ. അവർക്കെല്ലാവർക്കും കയറി നിൽക്കാനുള്ള വലുപ്പം ദ്വീപുകൾക്കുണ്ടാവില്ല. കളി ആരംഭിക്കുമ്പോൾ കുട്ടികൾ കൈകോർത്ത് ദ്വീപുകൾക്കിടയിലൂടെ നടക്കണം. ഇങ്ങനെ നടക്കുന്നത് കപ്പൽ യാത്ര ചെയ്യുന്നതായി കണക്കാക്കുന്നു. യാത്രക്കിടയിൽ വിസിലടി കേൾക്കുമ്പോൾ ദ്വീപിൽ കയറി നിൽക്കണം. കപ്പൽ തകരുന്നു എന്നതിന്റെ സൂചനയാണ് വിസിലടി. ശബ്ദം കേൾക്കുമ്പോൾ രക്ഷപ്പെട്ട് ദ്വീപിൽ കയറാനായി ശ്രമിക്കണം. സ്വാഭാവികമായും ചിലർ മറ്റുള്ളവരെ തള്ളിമാറ്റും. എന്നിട്ട് വൃത്തത്തിനകത്ത് കയറും. വൃത്തത്തിൽ കയറാൻ കഴിയാത്തവർ കളിയിൽ നിന്ന് പുറത്താകും. കളി ആവർത്തിക്കാം. ഇതാണ് ദ്വീപ് കളി. ഈ കളി സ്കൂളിൽ കൂട്ടുകാരുമായി കളിച്ചു നോക്കണേ. അപ്പോഴാണ് കൂട്ടുകാർക്ക്
ദ്വീപുകളി എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിലെ ആശയവും ദ്വീപ് കളിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിലെ കുട്ടി എല്ലാവരെയും ഒപ്പം ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട എല്ലാ മൃഗങ്ങൾക്കും അവൾ അഭയം നൽകുന്നു. എന്നാൽ ദ്വീപ് കളിയിൽ സ്വന്തം സുരക്ഷ മാത്രമാണ് നോക്കുന്നത്. മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യവും നൽകുന്നില്ല. ഈ കവിതയിലും കളിയിലുമായി രണ്ട് മനോഭാവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ സുരക്ഷ പോലെ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണം എന്ന സന്ദേശമാണ് വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിൽ നിന്നും മനസ്സിലാകുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 3-ാം ക്ലാസ്സിലെ ഏത് കവിതയുടെ താളത്തോടാണ് ഇത് യോജിക്കുന്നതെന്ന് കണ്ടെത്തി ചൊല്ലൂ. 3-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റൊട്ടി എന്ന കവിതയുടെ താളത്തോട് ഈ കവിതയ്ക്ക് താളമുണ്ട്. ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു, അവനെ മുതിർന്നവർ കെട്ടിയിട്ടു, വന്നവർ മാറി മാറി, വേദനിപ്പിച്ചു വിഷം തളിച്ചു. ഈ താളത്തിന് സാമ്യതയുള്ളതാണ് വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയുടെ വരികൾ. ആകാശമാകെ ഇരുൾ പരന്നു, ലോകാവസാനം വരുന്ന പോലെ, ഇടിയും മഴയും തകർത്തു വന്നു, വാവയ്ക്ക് കണ്ടു മിഴി നിറഞ്ഞു. അപ്പോൾ ഈ താളത്തിൽ കൂട്ടുകാര് ഈ കവിത മുഴുവനും പാടി അവതരിപ്പിക്കൂ. വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് പലരും വന്നു ചേരുന്നുണ്ട്. ഇവിടെ വാവ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് അവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? കൂട്ടുകാരെ, നമ്മൾ 3-ാം ക്ലാസ്സിൽ വീട് വലുതാവുന്നു എന്ന കഥ പഠിച്ചത് ഓർമ്മയില്ലേ? ആ കഥ ഒന്ന് ഓർത്തു നോക്കൂ. ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ. ഇനി ആ കഥയും ഈ കവിതയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് നോക്കാം. വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് വരുന്നവർ അവളുടെ കുടുംബാംഗങ്ങളും ചുറ്റുമുള്ള പരിചിതരും സങ്കല്പത്തിലുള്ള ജീവികളും ആണ്. എന്നാൽ വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിലെ ജീവികളെല്ലാം പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവരാണ്. ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജീവികൾക്കാണ് വാവ അഭയം നൽകുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആന. നമുക്ക് എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ. കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്ന ആന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് കത്തിൽ എഴുതിയിട്ടുണ്ടാവുക? നമുക്ക് ആനയുടെ കത്തൊന്ന് പരിചയപ്പെടാം. കത്ത് എഴുതുമ്പോൾ ആദ്യം ഡേറ്റും സ്ഥലവും എഴുതണം. കിങ്ങിണിക്കാട് എന്നാണ് കേട്ടോ കാടിന്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? എന്റെ കാടായ കിങ്ങിണിക്കാട്ടിൽ ഇന്നലെ കാട്ടുതീ പടർന്നു. നിങ്ങൾ എല്ലാവരും ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാട്ടിലെ മരങ്ങളെല്ലാം കത്തി നശിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചു ജീവികൾ ആ കാട്ടുതീയിൽ അകപ്പെട്ടു. കുറച്ചുപേരെ ഒന്നും കാണാനുമില്ല. കാട്ടുതീ പടർന്ന അന്ന് ഞാനും എന്റെ കൂട്ടുകാരും ചേർന്ന് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണ്. ഞങ്ങൾക്ക് അഭയം തന്നത് വാവ എന്ന പെൺകുട്ടിയാണ്. എന്തു സ്നേഹമാണെന്നോ അവൾക്ക് ഞങ്ങളോട്. എത്ര ജീവികൾക്കാണ് അവൾ അഭയം നൽകിയത് എന്നറിയാമോ? കാട്ടുതീ അണഞ്ഞതിനു ശേഷം ഇനി എന്നാണ് ഞങ്ങളുടെ കാട് പഴയതുപോലെ ആവുക എന്നറിയില്ല. ഞങ്ങൾ തിരികെ കാട്ടിലേക്ക് തന്നെ പോയാലും ഭക്ഷണവും വെള്ളവും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാകും. പക്ഷേ എത്ര ദിവസം വേണമെങ്കിലും വാവ അവളുടെ വീട്ടിൽ ഞങ്ങൾക്ക് അഭയം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനുഷ്യർ തന്നെ ഞങ്ങളുടെ കാടും ജീവനും നശിപ്പിക്കുമ്പോൾ വാവയെ പോലെ നല്ല മനുഷ്യരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നതാണ് എനിക്ക് അത്ഭുതം. ഈ കത്ത് ഞാൻ എഴുതുന്നതിന്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ നിങ്ങളെ പോലെ ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. എന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കി എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു എന്ന് ആന. മറ്റുള്ളവർക്കായി എന്ന രചന ടീച്ചർ പരിചയപ്പെടുത്തിയല്ലോ. ഇതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതൂ. മറ്റുള്ളവർക്കായി എന്ന രചന ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. 1984 ഡിസംബർ 2 രാത്രി പിന്നിട്ട സമയം. നിലയ്ക്കാത്ത ശ്വാസം മുട്ടലും ആയി ഭോപ്പാൽ ജനത ഞെട്ടി ഉയരുന്നു. അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡിൽ നിന്ന് വിഷവാതകം ചോർന്ന് മുഴുവൻ പരന്നിരിക്കുന്നു. ലോകം മുഴുവൻ ഉറക്കത്തിലാണ്. വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കാൻ വളരെ പ്രയാസമായ സമയം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാർത്ത എത്തിയപ്പോഴേക്കും സുരക്ഷയെ കരുതി സ്റ്റേഷനിൽ ഉള്ളവർ ഓടിപ്പോകാൻ ധൃതി കൂട്ടി. പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ അവിടെ തന്നെ ഇരുന്നു. വിഷവാതകം ചോർന്ന ആ നിമിഷം മുതൽ തന്നെ ഇരിപ്പിടത്തിലെ ഫോണിലെ മുന്നിലിരുന്ന് അടുത്തും അകലെയുമുള്ള എല്ലാ സ്റ്റേഷനുകളിലേക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു.
വണ്ടികൾ ധാരാളമായി വരുന്ന സമയമായിരുന്നു. വിഷവാതകം പടർന്നു പിടിച്ച വേളയിൽ വണ്ടിയിൽ ആളുകൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ ഉണ്ടാകുന്ന ദുരന്തം അദ്ദേഹം മുൻകൂട്ടി കണ്ടു. ഒരു വണ്ടിയും ആ വഴി വരരുത് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ശാരീരിക അസ്വസ്ഥതകളെ വകവയ്ക്കാതെ അദ്ദേഹം തന്റെ ജോലി തുടർന്നത്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിത രക്ഷയ്ക്കായി ശ്രമിച്ച ആ ഉദ്യോഗസ്ഥനെ ആരും ശ്രദ്ധിച്ചില്ല. എല്ലാവരും രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലായിരുന്നു. അനേകായിരം പേരുടെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യസ്നേഹി തളർന്നു വീണു. മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ചോർച്ചയുടെ ആദ്യ മണിക്കൂറിൽ 80,000 പേർ വിഷവാതകം ശ്വസിച്ച് മരണപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്ററുടെ സേവനം സ്മരിക്കാതെ വയ്യ. സ്വജീവൻ അപകടത്തിലായിട്ടും അന്യനു വേണ്ടി ശ്രമിച്ച ആ മനുഷ്യന്റെ സമയോചിതമായ ഇടപെടലാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത്. ഈ രചനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്: സ്വന്തം ജീവൻ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ ആളാണ് ഈ കഥയിലെ സ്റ്റേഷൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ വളരെ വലിയ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആപത്ത് വരുമ്പോൾ സ്വന്തം ജീവൻ മാത്രം നോക്കാതെ മറ്റുള്ളവരെ കൂടി ഒപ്പം രക്ഷിക്കാൻ ശ്രമിക്കുക എന്ന സന്ദേശം ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ കൂട്ടുകാരെ, വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും മുന്നോട്ട് എന്ന യൂണിറ്റിലെ ഇഷ്ടം എന്ന പാഠഭാഗം വീഡിയോ ചെയ്തത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കൂട്ടുകാർ കാണാൻ മറക്കരുതേ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്